ഹായ് ഓൾ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മന്തി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിക്കൻ മന്തിയാണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളമാണിത്. അപ്പോൾ ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ കുറച്ച് മല്ലി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർത്തായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഉണങ്ങിയ നാരങ്ങയില്ലേ, ഇതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കുന്നതിന് മുൻപ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഈ വെള്ളത്തിനകത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒരു മീഡിയം സൈസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിനകത്ത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. നന്നായിട്ട് തിളക്കുന്ന വെള്ളമാണ്. ചിക്കൻ നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. നല്ല ചൂടുണ്ട്, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി. ഇനി ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. അരി നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, കുതിർത്ത് വാരി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഈ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരി വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ വെന്ത് വരേണ്ട, ഒരു 1/4 വേവായാൽ മതി. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് വേണ്ട മസാലയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, കാര്യം മാഗി ക്യൂബിനകത്ത് ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് കുറച്ച് സമയം വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ ടൈം വെക്കാം. ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അരി ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒടിയുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ അരി നമുക്ക് ഊറ്റി എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു വലിയ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്തൊന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. മുക്കിയെടുക്കൊന്നും വേണ്ട, ഒന്ന് തിരിച്ചു മറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വശവും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. ചിക്കൻ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഇതിനകത്തേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും കിടക്കേണ്ട കാര്യമില്ല. 2 വശം ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെങ്കിലും ഒന്ന് 2 വശം ഒന്ന് നന്നായിട്ടൊന്ന് ഞെരിയിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഈ ചിക്കനൊക്കെ ഏകദേശം 2 വശം ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇനി ഞാനിവിടെ ചോറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചരുവ എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ഓയിൽ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിനകത്തേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലി, ജീരകം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഈ ഓയിലിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം. ഇതൊക്കെ ഏകദേശം ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പം നമ്മൾ ചോറിനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു പഴുത്ത തക്കാളി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നന്നായിട്ട് പഴുത്തത്.
ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തക്കാളിയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു മാഗി ക്യൂബാണ്. ഒരു മാഗി ക്യൂബ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാൻ ഇതിനകത്തേക്ക് ആകെ 2 മാഗി ക്യൂബാണ് എടുത്തത്. ഒരെണ്ണം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ഈ മസാലയ്ക്കകത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 എണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ മാഗി ക്യൂബ് സ്കിപ്പ് ചെയ്യരുത്. അത് ചേർത്താലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് മസാല കരിയാതെ നോക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചോറ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് നമുക്ക് കണ്ടാലറിയാം അധികം വെന്ത് പോയിട്ടൊന്നുമില്ല. ഒരു പാകത്തെ വേവ് തന്നെയാണ്. ഒരു 1/4 വേവ് ആകുമ്പോഴേ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം നമ്മളിനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെന്തുടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/4 വേവ് ആകുമ്പോഴേ നമ്മൾ ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ മസാലയ്ക്കകത്ത് ചോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറൊന്നൊന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ കളറൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഫോട്ടോയിലൊക്കെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ ഗ്രീൻ ഫുഡ് കളറും റെഡ് ഫുഡ് കളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചോറൊന്ന് ആ മസാലയ്ക്കകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഫുഡ് കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ, നമ്മുടെ കയ്യിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കലക്കി ഒഴിച്ചു കൊടുത്താലും ഒരു മഞ്ഞ നിറമൊക്കെ ചില ചോറിനൊക്കെ കിട്ടും. അപ്പോഴും കാണാനൊരു ഭംഗിയാണ്. ഇത് ചേർത്തോളം ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ ഈ കളറൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഞാൻ കളറെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം നടുവിൽ കുറച്ച് സ്ഥലം വിടണം. നമുക്ക് ഈ നമ്മുടെ മന്തി റൈസിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പുക വയ്ക്കണം. അപ്പോൾ അതിന് ആ പുക വയ്ക്കാനുള്ള കനൽ വയ്ക്കാനുള്ള സ്പേസ് നമ്മൾ നടുവിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം ചുറ്റുഭാഗത്തും ചിക്കൻ നിരത്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പാത്രം എന്തെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മണ്ണിൻ്റെ ഒരു പാത്രമാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിരട്ടയുടെ കരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ വെച്ചാലും മതി. ഞാനിപ്പം ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കനലിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നല്ല പുക വരും. ആ പുക പുറത്ത് പോവാതെ ഉടനെ തന്നെ അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഈ പുക പുറത്തൂടെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് വെക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും സംഭവം ഇതിനകത്ത് മുകളിൽ കയറ്റി വെച്ചാൽ മതി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ പുകയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.